സ്പെൻഡിങ്ങിൻ്റെ കാര്യം എടുത്താലും കഴിഞ്ഞ 5 വർഷക്കാലത്തെ ശരാശരി ഒരു വർഷത്തെ ചെലവ് ഒരു വർഷം 1,17,000 കോടിയാണ്. 2016 മുതൽ 2021 വരെ. അതിനു മുമ്പുള്ളത് എടുക്കുമ്പോൾ അതിനേക്കാളും വളരെ കുറവാണ്. ഞാൻ ആ കമ്പാരിസണിലേക്ക് പോകുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഇത്രയും ഉണ്ടായിരുന്നതിന് വലിയ വെട്ടിക്കുറവ് വന്നു. എന്നിട്ടും ഈ ഗവൺമെൻറ് കാലത്ത് പലപ്പോഴും ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് പണമില്ല, ചുമ്മാതെ പറയുകയാണെന്നൊക്കെ പറഞ്ഞ് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് പോലല്ല. ഇപ്പോൾ ഈ വർഷം 1,78,000 കോടിയാണ്. 1,17,000 നിന്ന് 1,78,000 എടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ആവറേജ് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3-4 വർഷത്തെ ആവറേജ് എടുക്കുകയാണെങ്കിൽ 1,64,000 കോടി, 50,000 കോടി അധികം വന്നു. അപ്പോൾ സാമ്പത്തിക രംഗത്ത് ആ ഗ്രോത്ത് ഉണ്ട്. ഈ വർഷം 1,78,000 കോടിയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ബഡ്ജറ്റ് ഡോക്യുമെൻറ്റിൽ അടുത്ത വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത് 1,98,000 കോടിയാണ്. പ്രീവിയസ് എസ്റ്റിമേറ്റിലൊക്കെ ചെറിയ വ്യത്യാസം വരും ആക്ച്വൽ എക്സ്പെൻഡിച്ചർ. പക്ഷേ നമ്മളിപ്പം വരുന്ന എല്ലാ കണക്കൂടെ വെച്ചിട്ടാണ് ആ 1,80,000 കോടിയിലേക്ക് ഒരു 20,000 കോടിയും കൂടി അടുത്ത വർഷം ആകുമ്പോഴേക്കും ഗ്രോത്ത് വരുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയായി കണക്കും ബഡ്ജറ്റും അവതരിപ്പിച്ചേക്കുന്നത്. ആ ബഡ്ജറ്റ് വെറുതെ ഒരു ബഡ്ജറ്റായിട്ട് പോകുന്നതല്ല. ഈ അടുത്തൊരു വർഷക്കാലവും നിങ്ങളെല്ലാം കാണേണ്ടതാണ്, കണക്ക് നമ്മൾ നോക്കേണ്ടതാണ് എന്നൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഫിനാൻഷ്യൽ ഗ്രോത്ത് അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ നല്ല മെച്ചം വന്നിട്ടുണ്ടെന്നുള്ള കാര്യം തന്നെയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഈ ബഡ്ജറ്റിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും കേരളത്തിൻ്റെ ഗ്രോത്തിനെ നല്ലതുപോലെ മുൻപോട്ട് കൊണ്ടുപോകുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ്. വലിയ വലിയ പ്രഖ്യാപനങ്ങൾ വെറുതെ നടത്തുക എന്നുള്ളതല്ല, കൃത്യമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ആ ബഡ്ജറ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഞാനിവിടെ സഭയിൽ അവതരിപ്പിച്ചപ്പോൾ ചിലതെല്ലാ ഡീറ്റെയിൽസും പോകേണ്ടതില്ല, പിന്നെ ഇതിലുണ്ട് എന്നുള്ളത് ബഹുമാനപ്പെട്ട സ്പീക്കറും ഒരു അനുവാദം തന്നു. അപ്പോൾ എല്ലാത്തിൻ്റെ ചിലതൊക്കെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, ബാക്കി അതിനകത്തുണ്ട്. അതിൽ നോക്കുമ്പോൾ എല്ലാ മേഖലയെയും ബാധിക്കുന്ന തരത്തിലേക്കുള്ള നല്ല കുറേ കാര്യങ്ങൾ അതിൽ നമുക്ക് അനൗൺസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് അനൗൺസ് ചെയ്യുന്നത് മാത്രമല്ല, കേരളത്തിൽ ഈ രംഗത്ത് വരുന്ന ഗ്രോത്തിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. സാധാരണഗതി കേരളത്തിലെ മൂലധന ചെലവിൻ്റെ കാര്യത്തിൽ വേണ്ടത്ര പണം വരുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. അത് എഫക്റ്റീവ് മൂലധനം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ യൂണിയൻ ബഡ്ജറ്റിനകത്ത് എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡുണ്ട്. ഈ എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ എടുക്കാറില്ല ഇവിടെ, സാധാരണ ഇങ്ങനെ പറയാറില്ല. എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇത് ആദ്യമായിട്ടാണ് ബഡ്ജറ്റ് ഡോക്യുമെൻറ്റ് വന്നേക്കുന്നത്, നേരത്തെ അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല. എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 14,000-15,000 ആണ് ബഡ്ജറ്റിനകത്ത് സാധാരണ നമ്മൾ ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോഴും ഇതിനകത്ത് എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ കോളത്തിൽ നല്ലതുപോലെ വ്യത്യാസം വന്നതായിട്ട് കാണാം. ടോട്ടൽ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ ഈ വർഷം കറണ്ട് ഇയറിൽ 22,806 കോടിയാണ്. അടുത്ത വർഷം 26,968 കോടി വരും. ഈ തരത്തിൽ വരിക. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നമ്മൾ 9,000 കോടിയിലധികം കൊടുക്കുന്നുണ്ട്. പിന്നെ മെയിൻ്റനൻസ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ഫണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കിഫ്ബിക്കും മറ്റുമൊക്കെ കൊടുക്കുന്നതുണ്ട്. അത് ഇത് വരത്തില്ല. അതെല്ലാം കൂടെ വരുമ്പോൾ അത്രയും രൂപയുടെ പണി നടക്കുന്നുണ്ട്. നിങ്ങൾ റോഡിൽ എവിടെ നടന്നാലും എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനം നടക്കാത്ത ഒരു സ്ഥലമില്ലല്ലോ. അപ്പോൾ